മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് റിലേഷൻ എങ്ങനെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് കോഡൊമെയിൻ ഇതൊക്കെ എങ്ങനെ എഴുതും, നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത് എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ, എന്താണ് എംപ്റ്റി റിലേഷൻ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ആ റിലേഷനുമായി ബന്ധപ്പെട്ട എൻസിഇആർടി ടെക്സ്റ്റ് ബുക്കിലെ 2.2 എക്സസൈസിലെ ചില പ്രോബ്ലംസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു എങ്കിലും ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം ഒരുപാട് എക്സാമിന് ചോദിച്ച ഒരു ടേം എക്സാമിന് മുൻകാല എക്സാമുകൾക്കൊക്കെ ഫൈനൽ എക്സാമിന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. Let A is equal to set 1, 2, 3 to 14. 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് ആണ് A എന്ന സെറ്റിൽ ഉള്ളത്. Define a relation from A to A. A എന്ന സെറ്റിൽ നിന്നും A എന്ന സെറ്റിലോട്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷൻ എങ്ങനെയാണ്? Set of all ordered pair x, y such that 3x minus y is equal to 0. കണ്ടീഷൻ ആണ് 3x minus y is equal to 0. where x ഉം y ഉം എവിടെയുള്ള എലമെന്റ് ആണ്? A എന്ന സെറ്റിലെ എലമെന്റ് ആണ്. ഓക്കേ, റൈറ്റ് ഡൗൺ ഡൊമെയിൻ കോഡൊമെയിൻ റേഞ്ച്. അപ്പോൾ റിലേഷൻ റോസ്റ്റർ ഫോം എഴുതിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എഴുതാൻ പറ്റും. ഓക്കേ, അപ്പോൾ ആദ്യം നമുക്ക് A എന്ന സെറ്റ് എന്നുള്ള റിലേഷൻ നമുക്ക് എടുത്ത് എഴുതാം. ഓക്കേ, ആ റിലേഷൻ ഏതാണ്? റിലേഷൻ R is equal to a set of all x, y such that 3x minus y is equal to 0. അവരെന്നെ പറയുന്നുണ്ട് x ഉം y ഉം എവിടുത്തെ എലമെന്റ് ആണ്? I എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. 3x അവർ പറഞ്ഞ റിലേഷൻഷിപ്പ് x ഉം y എന്നുള്ള റിലേഷൻ അവർ പറയുന്നുണ്ട് എന്താണ്? 3x minus y is equal to 0. ഞാൻ സൈഡിലോട്ട് എഴുതുവാണ് 3x minus y is equal to 0. ഓക്കേ, നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യും. -y അപ്പുറം പ്ലസ് y ആവും. അപ്പോൾ എന്താവും? y is equal to 3x. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമുക്ക് x ന് ഓരോ വാല്യൂ, x ഉം y ഉം എവിടെ ഉള്ളതാണ്? I എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. ഇനി x ന് ഓരോ വാല്യൂ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിൽ എഴുതുന്നത്. ഈ റിലേഷൻ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാൻ ഇത് ഇത്രയും പരീക്ഷയ്ക്ക് ഇത്രയും കിടന്ന് എഴുതണമെന്നില്ല. ഞാൻ x ന് ആദ്യം കൊടുക്കുന്ന വാല്യൂ 1 ആണ്. x ന് ആദ്യം ഞാൻ 1 കൊടുത്താൽ y എനിക്ക് എത്ര കിട്ടും? y എന്ന് പറയുന്നത് 3x ന് ഈക്വൽ ആണ്. 3 * 1 3 * 1 എത്രയാണ്? 3. അപ്പോൾ x 1 കൊടുത്താൽ y എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കേ, ഈ 1 ഉം 3 ഉം എവിടെയുള്ള എലമെന്റ് ആണ്? A യിലുള്ള എലമെന്റ് ആണ്. ഓക്കേ, അതുകൊണ്ട് അത് നമുക്ക് എടുക്കാം. അടുത്തത് x ന് 2 കൊടുക്കാം. x ന് അപ്പോൾ 2 കൊടുക്കാം. x ന് 2 കൊടുക്കാം. ഓക്കേ, x ന് 2 കൊടുക്കാം. y എത്രയാവും? 3 * 2 എത്രയാവും? 6 ആവും. അപ്പോൾ അടുത്ത പേര് കിട്ടി. അവസാനം നമുക്ക് ഇങ്ങോട്ട് എഴുതാം കേട്ടോ, റിലേഷൻ കൊണ്ട് എഴുതാം. ആദ്യം നമുക്ക് ഓരോന്ന് എഴുതാം. അടുത്തത് x ന് 3 കൊടുക്കാം. x ന് 3 കൊടുത്താൽ 3 * 3 y എത്രയാവും? 9 എന്നാവും. ഓക്കേ, അപ്പോൾ x ന് 1 കൊടുത്തു. x ഉം y തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് y is equal to 3x ആണ്. x ന് 1 കൊടുത്താൽ 1 എന്ന് പറയുന്നത് A സെറ്റിലെ എലമെന്റ് ആണ്. A സെറ്റിലാണ് x ഉം y ഉം എലമെന്റ് ഓഫ് A. ഇപ്പോൾ x ന് 1 കൊടുത്തപ്പോൾ y 3 കിട്ടി. x ന് 2 കൊടുത്തപ്പോൾ 3 * 2 y 6 കിട്ടി. x ന് 3 കൊടുത്തപ്പോൾ 3 * 3 y 9 കിട്ടി. അടുത്തത് x ന് 4 കൊടുക്കാം. ഓക്കേ, x ന് 4 കൊടുത്താൽ 3 * 4 y എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും. ഓക്കേ, ഇത്രയും കാര്യം ഓക്കേ അല്ലേ? ഓക്കേ, ഇതെല്ലാം ഏത് വരുന്ന എലമെന്റ് ആണ്? A സെറ്റിനകത്തുള്ള എലമെന്റ് ആണ്. x ന് ഞാൻ 5 കൊടുക്കുന്നു. x ന് 5 കൊടുക്കുന്നു. x ന് y കൊടുത്താൽ 3 * 5 എത്ര? 15. y is equal to 15. ഇത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. എന്താണ് ഇവരെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന A എന്ന സെറ്റിൽ നിന്നും A എന്ന സെറ്റിലോട്ടാണ്. x ന് ഞാൻ 5 കൊടുത്തപ്പോൾ 5 എന്ന് പറയുന്ന A എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. x ഉം y ഉം എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? A എന്ന ആ റിലേഷൻ എഴുതുമ്പോൾ x ഉം y ഉം A എന്ന സെറ്റ് എലമെന്റ് ആയിരിക്കണം. x 5 കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ y എനിക്ക് എത്ര കിട്ടി? 5 കൊടുത്താൽ 3 * 5 15. ഇവിടെ A എന്ന സെറ്റിൽ 1 to എത്ര വരെ ഉള്ളൂ? 14 ഉള്ളൂ. അതിൽ 15 എന്ന് പറഞ്ഞാൽ എവിടെയുള്ള എലമെന്റ് അല്ല? A എന്ന സെറ്റിലെ എലമെന്റ് അല്ല. അതുകൊണ്ട് ഈ ഒരു ഓർഡർ പേര് ഇതുവരെ എഴുതാൻ പറ്റും. ഇനി x ന് 6 കൊടുത്താൽ 3 * 6 80. അതൊന്നും എഴുതാൻ പറ്റില്ല. ഇവിടെ വരെ നമുക്ക് റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി നമുക്ക് റോസ്റ്റർ ഇതെല്ലാം ഈ എഴുതുന്ന 1 3 2 9 3 9 4 12 അതെല്ലാം ഇവിടെ ഉള്ള എലമെന്റ് ആണ് A സെറ്റിൽ. പക്ഷേ 5 15 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം 15 A എന്ന സെറ്റിൽ എന്ത് ഇല്ല. ഓക്കേ, വേണമെങ്കിൽ നമുക്ക് എലമെന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുക്കാം. ഓക്കേ, ഇതെല്ലാം രണ്ട് എലമെന്റ് ഓഫ് A 1, 3 ഇതാണ് 1, 3 എലമെന്റ് ഓഫ് A. അതേപോലെ 2, 9 എലമെന്റ് ഓഫ് A. അങ്ങനെ വേണമെങ്കിൽ ഓരോന്നും കൊടുക്കാം. അതിന്റെ ആവശ്യമില്ല, അറിഞ്ഞിരിക്കുക. ഓക്കേ, അറിയാലോ നമുക്ക്.
ഓക്കെ, അടുത്തത് നമുക്ക് റിലേഷൻ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാം. അല്ലെങ്കിൽ ടാബുലാർ ഫോമിലോട്ട് റിലേഷൻ എഴുതുവാണ്. എക്സിന് ഞാൻ 1 കൊടുത്ത y എത്ര കിട്ടി? 3 കിട്ടി. എത്ര? 1,3. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിൽ എഴുതിയത്. എക്സിന് 2 കൊടുത്തപ്പോൾ എനിക്ക് 6 കിട്ടി y യുടെ വാല്യൂ. അപ്പോൾ 2,6 അടുത്ത ഓർഡർ പേര്. അടുത്തത് എക്സിന് 3 കൊടുത്ത y 9 കിട്ടി. അപ്പോൾ എത്രയാണ്? 3,9. അടുത്ത എക്സിന് 4 കൊടുത്തപ്പോൾ y യുടെ വാല്യൂ 12 കിട്ടി. അപ്പോൾ എത്ര? 4,12. ചാടി കയറി അടുത്ത എഴുതാൻ നിൽക്കരുത്. 5 കൊടുക്കുമ്പോൾ എനിക്ക് 15 ആണ് കിട്ടുന്നത്. 15 ഇതിനകത്ത് വരുന്നതല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ റിലേഷൻ. റിലേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ റിലേഷൻ എഴുതി ടാബുലാർ ഫോമിൽ അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഒക്കെ നമുക്ക് എഴുതി കൂടി. ഞാൻ ഡൊമൈൻ എഴുതുകയാണ്. ഡൊമൈൻ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ആരുടെ വാല്യൂ ആണ്? റിലേഷനകത്ത് കിടക്കുന്ന ഓർഡർഡ് ബേസിലെ ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആരൊക്കെ വരും? 1 2 3 4. അതായത് x ന്റെ വാല്യൂ ആണ് 1 2 3 4. ആദ്യം കിടക്കുന്നത് 1 2 3 4 ആണ്. അതിന്റെ സെറ്റ് ആണ് ഡൊമൈൻ. ഓക്കേ, അപ്പോൾ ഡൊമൈൻ ഞാൻ എഴുതി. അടുത്ത റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് ഈ റിലേഷനിൽ രണ്ടാമത് കിടക്കുന്ന എലമെന്റിന്റെ സെറ്റ് ആണ് റേഞ്ച്. ആരൊക്കെ? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്. ഓക്കേ, 3 6 9 12. ഓക്കേ, അടുത്തത് ലാസ്റ്റ് കോഡൊമൈൻ കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോഡൊമൈൻ അത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ എഴുതി. റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്ന എ എന്ന സെറ്റിൽ നിന്നും എ എന്ന സെറ്റ് കണ്ട ഡിഫൈൻ റിലേഷൻ ഫ്രം എ ടു എ. എ എന്ന സെറ്റിൽ നിന്നും എ എന്ന സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എവിടുന്ന് എങ്ങോട്ടാണോ റിലേഷൻ പോകുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? കോഡൊമൈൻ. എ എയിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് കോഡൊമൈൻ. എ എന്ന സെറ്റിൽ എവിടെ വരെ? 1 മുതൽ എത്ര വരെ ഉണ്ട്? 14 വരെ ഉണ്ട്. അപ്പൊ 1 to 14. 1 2 3 4 5 ഇങ്ങനെ പോയി എവിടെ വരെ ഉണ്ട്? 14 വരെയുള്ള എലമെന്റ്സ് കോഡൊമൈനിൽ. ഓക്കേ, നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ആ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. അത് ഞാൻ അല്ല x y തമ്മിലുള്ള റിലേഷൻ 3x - y = 0 ആണ്. അല്ല y എന്ന് പറയുന്നത് 3x എന്ന് എഴുതാം. x ന് a എന്ന് പറയുന്ന സെറ്റിൽ ഒരു വാല്യൂ ഞാൻ കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് y യുടെ വാല്യൂ കിട്ടി. x ന് 5 കൊടുക്കാൻ പറ്റില്ല. 5 കൊടുത്താൽ y യുടെ വാല്യൂ 15 ആവും. അപ്പോൾ x ന് 4 വരെയുള്ള വാല്യൂ കൊടുക്കാം. അതുവരെ y യുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 4 ഓർഡർഡ് ബേസ് ഉണ്ട്. അതാണ് അവിടുത്തെ റിലേഷൻ റോസ്റ്റർ ഫോം. അവിടുത്തെ ഡൊമൈനും റേഞ്ചും എഴുതാം. എ എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലോട്ടാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോഡൊമൈനും എ എന്നുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ യിൽ നിന്ന് എയിലോട്ട് ആയതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് തന്നെ കോഡൊമൈനിലെ സെറ്റിനകത്ത് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പ്രോബ്ലം എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഡിഫൈൻ എ റിലേഷൻ R on set n of natural numbers. n എന്ന് പറഞ്ഞാൽ അറിയാലോ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പറിലാണ്. ഓക്കേ, നേരത്തെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a എന്ന സെറ്റിൽ നിന്ന് a എന്ന സെറ്റിലോട്ടായിരുന്നു. ഇവിടുത്തെ റിലേഷൻ നാച്ചുറൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. by R is equal to set of all ordered pairs x, y such that y is equal to x plus y. where x is a natural number less than 4. x എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. ആരെക്കാട്ടും കുറവ്? 4നെക്കാട്ടും കുറവ്. x ഉം y ഉം നാച്ചുറൽ നമ്പറിന്റെ എലമെന്റ് ആണ്. ഓക്കേ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. റിലേഷൻ ഡിഫൈൻ ഫ്രം R റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇവിടെ x ഉം y ഉം എവിടുത്തെ എലമെന്റ് ആണ്? നാച്ചുറൽ നമ്പർ എലമെന്റ്. x ഉം നാച്ചുറൽ നമ്പർ എലമെന്റ് ആണ്. y ഉം എന്താണ്? നാച്ചുറൽ നമ്പർ എലമെന്റ് ആണ്. x ഉം നാച്ചുറൽ നമ്പർ എലമെന്റ് ആണ്. y ഉം നാച്ചുറൽ നമ്പർ. നേരത്തെ ക്വസ്റ്റ്യനിൽ ആ സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന a എന്ന് പറയുന്ന സെറ്റിലായിരുന്നു 1 to 14 വരെ. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. അവിടുത്തെ റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? a to a കണ്ട റിലേഷൻ ഡിഫൈൻ ഫ്രം a to a എന്ന x ഉം y ഉം എവിടുത്തെയായിരുന്നു? a സെറ്റിലോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ a എന്ന സെറ്റിൽ നിന്നും b എന്ന സെറ്റിലോട്ടാണ്. അവിടെയൊക്കെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a to b. ഓക്കേ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. a ന്ന് b ലോട്ട് ഡിഫൈൻ ചെയ്യാം, a എന്ന സെറ്റിൽ നിന്നും a എന്ന സെറ്റിലോട്ട് ഡിഫൈൻ ചെയ്യാം. റിലേഷൻ നാച്ചുറൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 to 2 1 2 3 4 എല്ലാ നമ്പറും ആ റിലേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കേ, ഇനി റിലേഷൻ എന്താണ് നമുക്ക് എഴുതാം. അവർ പറഞ്ഞ റിലേഷൻ എടുത്ത് എഴുതുവാണ്. എന്താണ്? ഓർഡർഡ് പെയർ x, y such that ഒരു കണ്ടീഷൻ ഇതാണ് y is equal to x plus 5. y എന്ന് പറയുന്നത് x plus 5 ന് ഈക്വൽ ആണ്. x is a natural number less than 4. x ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആരെക്കാട്ടും കുറവ്? ആ 4നെക്കാട്ടും കുറവ്. ഓക്കേ, x ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആരെക്കാട്ടും കുറവ്? 4നെക്കാട്ടും കുറവ്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് x ഉം y ഉം എവിടുത്തെ എലമെന്റ് ആണ്? ആ നാച്ചുറൽ നമ്പറിന്റെ എലമെന്റ്. ഇതാണ്
റിലേഷൻ. ആദ്യ റിലേഷൻ എവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ a to a എന്ന് എഴുതിയില്ല. R from n to n relation defined on set of natural numbers ആണ് R is equal to ordered by x comma y such that y is equal to x plus y, x less than 4 and xy element of n. Okay, ഇനി നമുക്ക് ഈ റിലേഷൻ നമുക്ക് എഴുതാം. അതിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് y യുടെ വാല്യൂ x plus 5 ന് ഈക്വൽ ആണ്. y എന്ന് പറയുന്നത് x നോട് 5 കൂട്ടിയതാണ്. x എത്രയാണ് നമുക്കറിയാം. x നാച്ചുറൽ, x y നാച്ചുറൽ നമ്പർ ആണ് നമുക്കറിയാം. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് x ന്റെ വാല്യൂ ആരെക്കാട്ടും കുറവാണ്, 4 നെക്കാട്ടും കുറവാണ്. 4 നെക്കാട്ടും കുറവുമ്പോൾ ആരൊക്കെ വരും, സൈഡിലോട്ട് നമുക്ക് എഴുതാം. x ആരൊക്കെ വരും, x1 വരും, x2 വരും, x3 വരും. ഓക്കേ, x1 2 3 x less than 4, x is a natural number less than 4, x ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആരെക്കാട്ടും കുറവ്, 4 നെക്കാട്ടും കുറവുള്ള നാച്ചുറൽ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 1 2 3 ഈ മൂന്ന് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പേരുകൾ നമുക്ക് എഴുതാം. x ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ x is equal to 1. ഓക്കേ, x ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ y എത്ര കിട്ടും നോക്കാം. y എന്ന് പറയുന്നത് x plus 5, 1 plus 5 എത്ര കിട്ടും, 6. ഓക്കേ, 6. ഓക്കേ, അപ്പോൾ ഒരു പേർ ആയിട്ടുണ്ട് 1 6. അടുത്തത് x ന് എത്ര ഇട്ട് കൊടുക്കാം, 2. x ന് 2 ഇട്ട് കൊടുക്കാം. x ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 2 plus 5 7, 2 plus 5 7. ഓക്കേ, അവിടെ ലാസ്റ്റ് x ന് 3 ഇട്ട് കൊടുക്കാം. 3 plus 5 8. x is equal to 3 ആവുമ്പോൾ y എന്ന് പറയുന്നത് 8. ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ റൈറ്റ് സൈഡിലോട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതുന്നില്ല, പെട്ടെന്ന് തന്നെ റിലേഷൻ എഴുതാം. ഓക്കേ, നിങ്ങളും ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല എങ്ങനെ എഴുതും. അപ്പോൾ ഓർഡറുടെ പേര് ഓരോന്ന് നമുക്ക് എഴുതി കൂടി. ഓർഡറുടെ പേര് എഴുതാം. x ന് 1 കൊടുക്കും. നിങ്ങൾ വിചാരിക്കും x ന് 1 2 3 മാത്രമേ കൊടുത്തുള്ളൂ, 4 കൊടുത്തൂടെ, 4 നാച്ചുറൽ നമ്പർ അല്ലേ, 5 കൊടുത്തൂടെ, ഏത് വേണമെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഈ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ അവരെല്ലാം പറയുന്നുണ്ട് x ആരെക്കാട്ടും കുറവാണ്, 4 നെക്കാട്ടും കുറവാണ്. x ന്റെ വാല്യൂ ലെസ് ദാൻ 4 ആണ്. അപ്പോൾ x ന് 1 2 3 മാത്രമേ കൊടുക്കൂ. അവർ പറഞ്ഞിട്ടുള്ള നമ്പർ എന്തെങ്കിലും എക്സ്പ്രഷൻ കേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ മാത്രമേ എല്ലാ നാച്ചുറൽ നമ്പറും എടുത്ത് കൊടുത്ത റിലേഷൻ ഉണ്ടെങ്കിലും അവസാനിക്കൂ. റിലേഷൻ എഴുതി പറ്റുകൊണ്ടേ ഇരിക്കണ്ടേ. അപ്പോൾ x ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ x ന് 1 2 3 മാത്രം കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ y ഇവിടുത്തെ റിലേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 6 കിട്ടും, 2 കൊടുക്കുമ്പോൾ 7 കിട്ടും, 3 കൊടുക്കുമ്പോൾ 8 കിട്ടും. അങ്ങനെ ആണ് 3 ഓർഡർ പേര് കിട്ടി. ആ 3 എഴുതുകയാണ് 1 ഉം 6 ഉം. ആദ്യത്തെ 1,6 ഓർഡർ പേര്, അടുത്ത 2,7 2 ഉം 7 ഉം, അടുത്തത് 3,8. ഓക്കേ, ഇതാണ് ഇത്രയും ഓർഡർ പേര്. ഇനി നമുക്ക് റിലേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡൊമെയ്നും റേഞ്ചും എഴുതാം. ഡൊമെയ്ൻ എന്ന് പറയുന്നത് ആരൊക്കെ വരും, ഡൊമെയ്ൻ എന്ന് പറയുന്നത് 1 വരും, 2 വരും, 3 വരും. ഓക്കേ, സെറ്റ് ഓഫ് ഫസ്റ്റ് എലിമെന്റ്സ് ഓഫ് ഓർഡർഡ് പെയർ ഇൻ റിലേഷൻ. ഡൊമെയ്ൻ ഓഫ് R എന്ന് പറഞ്ഞാൽ 1 2 3. അടുത്ത റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 6 7 8. ഓക്കേ, ഇതിനകത്ത് കോഡൊമെയ്ൻ ചോദിച്ചിട്ടില്ല. എങ്ങനെ കോഡൊമെയ്ൻ ചോദിക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ ആണ്. കാരണം നാച്ചുറൽ നമ്പറിലാണ് ഈ റിലേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പർ ആണ് കോഡൊമെയ്ൻ. ഇപ്പോൾ ഡൊമെയ്ൻ റേഞ്ച് ചോദിച്ചോളൂ, അപ്പോൾ ഡൊമെയ്ൻ റേഞ്ച്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിച്ചാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേഷൻ എഴുതി ഡൊമെയ്ൻ റേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു. അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Determine the domain and range of the relation R defined by. താഴെ കൊടുത്തിരിക്കുന്ന റിലേഷന്റെ ഡൊമെയ്നും എന്തും എഴുതാം, റേഞ്ചും എഴുതാം. അപ്പോൾ റിലേഷൻ ആദ്യം റോസർ ഫോമിലോട്ട് എഴുതിയാൽ മാത്രമേ ഡൊമെയ്നും റേഞ്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എഴുതാൻ പറ്റൂ. അല്ലാതെ സെറ്റ് ബിൽഡർ ഫോമിൽ റിലേഷൻ ഡൊമെയിൻ റേഞ്ച് എഴുതാൻ പറ്റും പറഞ്ഞാൽ അത് പാടാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ആ റിലേഷൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് ബൈ x, x plus 5. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. കുറച്ച് മുമ്പ് നമ്മൾ x y അല്ലെങ്കിൽ a b അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ പേര് എടുത്തത്. ഇവിടെ x തന്നെ ഈ y യുടെ സ്ഥാനത്ത് x plus 5 ആണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ സെയിം പ്രൊസീജിയർ ആണ്. x ഉം x plus 5. അപ്പോൾ ആദ്യം കിടക്കുന്ന x ആണെങ്കിൽ ഓർഡർ ബേസിൽ ആദ്യം കിടക്കുന്ന എലമെന്റ് x ആണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന y യുടെ സ്ഥാനത്ത് y r ഈക്വൽ ആണ്, x plus 5 ന് ഈക്വൽ ആണ്. x അവര് തന്നെ തന്നിട്ടുണ്ട്. ആ റിലേഷനകത്ത് x അവര് തന്നെ തന്നിട്ടുണ്ട്. സെറ്റിനകത്ത് ആരൊക്കെ വരും, 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും. ഇത്ര എലമെന്റ് x ന് കൊടുക്കാം. x ന് ഏതൊക്കെ x ന് ഈ പറയുന്ന 0 to 5 വാല്യൂ കൊടുക്കുമ്പോൾ y എന്ന് പറയുമ്പോൾ x plus 5 ന് ഏതൊക്കെ വാല്യൂ കിട്ടും, അതാണ് എന്തിൽ എഴുതാനുള്ളത്, റിലേഷനിൽ എഴുതാനുള്ളത്. നമുക്ക് ആദ്യം ആ x ന്റെ വാല്യൂ എഴുതാം. x എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞിട്ടുണ്ട്, x എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എടുത്ത് എഴുതാം. x നകത്ത് വരുന്നത് 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും. ഓക്കേ, ഇത്രയാണ് x നകത്ത് വരുന്നത്. നമുക്ക് ഓരോ റിലേഷൻ നമുക്ക് എഴുതാം. റിലേഷൻ എഴുതാം. സൈഡിലോട്ട് നമുക്ക് ഓരോ വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ x ന് 0 ആണ് കൊടുക്കുന്നത്. x ന് 0 കൊടുത്താൽ അടുത്ത x plus 5 എന്താവും നോക്കാം. x plus 5
അതായത് 0 പ്ലസ് 5 0 പ്ലസ് 5 എത്ര തന്നെയാണ് 5 തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ഓർഡർ പേര് കിട്ടിയിട്ടുണ്ട്. x ന് 0 കൊടുക്കുമ്പോൾ x plus 5 0 plus 5 5 x plus 5 ആർക്ക് ഈക്വൽ ആണ് y ക്ക് ഈക്വൽ ആണ്. ഓക്കേ, അടുത്തത് x ന് എത്ര കൊടുക്കാം 1 കൊടുക്കാം. അപ്പൊ x plus 5 എത്രയാണ് നമുക്ക് നോക്കാം. എത്ര 1 plus 5 എത്ര 6. ഓക്കേ, ഓരോന്നോരോന്ന് എഴുതാം. ഓക്കേ, അടുത്തത് x ന് ഏത് കൊടുക്കാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് x ന് കൊടുക്കാനുള്ള വാല്യൂ x ന് 2 കൊടുക്കാം. x ന് 2 കൊടുത്താൽ x plus 5 എത്ര 2 plus 5 7. ഓക്കേ, ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇതിന് ആൻസർ എഴുതാം. 0 0 plus 5 5. അടുത്ത 1 1 plus 5 1 6. അടുത്ത 2 2 plus 5 7. അങ്ങനെ എഴുതാനാണ് എളുപ്പം. എങ്കിലും മനസ്സിലാവാത്തവർക്ക് വേണ്ടി എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിലോട്ട് ഞാൻ ഒന്നും കൂടി എഴുതുന്നത്. അടുത്തത് x ന് 3 കൊടുക്കാം. x ന് 3 കൊടുക്കുമ്പോൾ x plus 5 3 plus 5 8. x ന് 4 കൊടുക്കാം. x plus 5 4 plus 5 9. x ന് 5 കൊടുക്കാം. അങ്ങനെയാണ് x plus 5 5 plus 5 10. ഇത്രയും ഓർഡർഡ് പേര് അവിടെ വരും. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേണം. റിലേഷൻ എഴുതാം. ഓക്കേ, റിലേഷൻ നമുക്ക് ആൻസറിൽ റിലേഷൻ നമുക്ക് എഴുതാം. റിലേഷൻ ആരൊക്കെ വരും 0 കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 0 plus 5 5 വരും. അപ്പൊ എത്ര 0 5. ഞാൻ അത് പെട്ടെന്ന് എഴുതുവാണ്. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 plus 5 6 1 ഉം 6 ഉം. അടുത്തത് 2 കൊടുക്കുമ്പോൾ 2 plus 5 7 2 ഉം 7 ഉം. അടുത്ത 3 കൊടുക്കുമ്പോൾ 3 plus 5 8 3 ഉം 8 ഉം. അടുത്ത 4 കൊടുക്കുമ്പോൾ 4 plus 5 9 4 ഉം 9 ഉം. അടുത്ത 5 കൊടുക്കുമ്പോൾ 5 plus 5 10. ഓക്കേ, 5 ഉം 10. ഓക്കേ, ഇത്രയാണ് വരുന്നത്. ഓക്കേ, ഇതാണ് 0 5 1 6 2 7 3 8 4 9 5 10. കണ്ടാ എല്ലാ എലമെന്റും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 5 ഓർഡർഡ് പേര് x ന് കൊടുക്കാനുള്ള വാല്യൂ അവർ തന്നെ സെറ്റ് ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ ഓരോ ഓർഡർഡ് പേഴ്സും കിട്ടും. ഇനി നമുക്ക് ഡൊമൈൻ നമുക്ക് എഴുതാം. ഡൊമൈൻ നമുക്ക് എഴുതാം. ഡൊമൈൻ ആദ്യം കിടക്കുന്ന എലമെന്റ് അത് തന്നെ x ന്റെ വാല്യൂ 0 1 2 3 4 5. x ന്റെ വാല്യൂ അതാണ് ഡൊമൈൻ 0 1 2 3 4 5. ഓക്കേ, അടുത്ത നമുക്ക് റേഞ്ച് നമുക്ക് എഴുതാം. റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. റേഞ്ചിനകത്ത് ആരൊക്കെ വരും പിള്ളേരെ? റേഞ്ചിനകത്ത് ആരൊക്കെ വരും? രണ്ടാമത് കിടക്കുന്നത് 5 6 7 8 9 10. ഓക്കേ, 5 മുതൽ 10 വരെ. ഓക്കേ, അത്ര 5 6 7 8 9 10. ഓക്കേ, ഇത്ര എലമെന്റ് ആണ് ആ സെറ്റിനകത്ത് വരുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പൊ റിലേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ച് നമ്മൾ റിലേഷൻ എഴുതി. വളരെ എളുപ്പമാണ്. x plus 5 x ന് കൊടുക്കാനുള്ള വാല്യൂ അവരെ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് റിലേഷൻ എഴുതാൻ പറ്റും. റിലേഷനുള്ള ഓർഡറുടെ പേര് എഴുതിയ ശേഷം നമുക്ക് ഡൊമൈൻ റേഞ്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ചോദ്യം എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അപ്പൊ അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. റൈറ്റ് ദി റിലേഷൻ R സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ x, x ക്യൂബ്. നേരത്തെ അതേ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. x, y ക്ക് വരും. y ക്ക് പകരം x ക്യൂബ് എന്നാണ്. ഇവിടെ x ആണെങ്കിൽ ഓർഡറുടെ പേരിൽ രണ്ടാമത്തെ എലമെന്റ് x ന്റെ ക്യൂബ് ആയിരിക്കും. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ x ഉം x plus 5 ആയതുകൊണ്ട് x ഉം x ക്യൂബും ആണ്. such that x is a prime number less than 10. x ഒരു പ്രൈം നമ്പർ ആണ് less than 10 in roster form. roster ഫോമിലോട്ട് മാത്രം എഴുതിയാൽ മതി. ഈ റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിൽ കൊടുത്തേക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാം. ഡൊമൈനും റേഞ്ചും ഒന്നും എഴുതാൻ ചോദിച്ചിട്ടില്ല. നമുക്ക് ആ റിലേഷൻ മാത്രം എഴുതിയാൽ മതി. ആ റിലേഷൻ ഞാൻ താഴോട്ട് എടുത്ത് എഴുതുവാണ്. ഓക്കേ, ഇത്തരത്തിലുള്ള റിലേഷൻ ഒന്നും ഒരു സെറ്റിന് ഡിഫൈൻ ചെയ്തല്ല പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ആ റിലേഷൻഷിപ്പ് ഇവിടെ എഴുതാൻ മാത്രമേ ഉള്ളൂ. ഓക്കേ, റിലേഷൻ എഴുതുകയാണ്. ഓർഡർഡ് പെയർ x, x ക്യൂബ്. x is a prime number. x ഒരു പ്രൈം നമ്പർ ആണ്. x is a prime number. അവർ പറയുന്നുണ്ട് x ഒരു പ്രൈം നമ്പർ ആണ് less than 10. 10നേക്കാളും താഴെയുള്ള പ്രൈം നമ്പർ. ഓക്കേ, പിന്നെ പറയുന്ന ഒരു വാല്യൂ നമുക്ക് അതിന്റെ റോസ്റ്റർ പിന്നെ പറയാൻ എഴുതാൻ നമ്മൾ ആക്സസ് ചെയ്യാനുള്ളത് അതിന്റെ റോസ്റ്റർ ഫോം എഴുതാനാണ്. അപ്പൊ ആദ്യം നമുക്ക് x ന്റെ വരുന്ന വാല്യൂ ഉണ്ട്. x ഒരു പ്രൈം നമ്പർ ആണ്. അത് ആരെക്കാട്ടും കുറവാ 10നേക്കാട്ടും താഴെയുള്ള പ്രൈം നമ്പർ. x is a prime number. നേരത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് x ന്റെ വാല്യൂ കൊടുത്തിരുന്നു സെറ്റിനകത്ത് 0 1 2 3 4 5. ഇവിടെ x ന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. പകരം അവരൊരു ക്ലൂ വന്നിട്ടുണ്ട്. x ഒരു പ്രൈം നമ്പർ ആണ് ആരെക്കാട്ടും കുറവ് 10നേക്കാട്ടും കുറവുള്ള പ്രൈം നമ്പർ. നമ്മൾ സെറ്റ്സ് എന്ന പാഠത്തില് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചെയ്തതാണ്. ആരൊക്കെ വരും? 2 വരും. 2 10നേക്കാട്ടും താഴെയുള്ള പ്രൈം നമ്പർ ആണ്. 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 7 ഉണ്ട്. എന്ന് റിപ്പീറ്റ് ചെയ്തൊന്നും പറയുന്നില്ല എന്താണ് പ്രൈം നമ്പർ എന്നൊന്നും. നമുക്ക് അറിയാവുന്ന കാര്യം 2 ഉം 3 ഉം 5 ഉം 7 ഉം ആണ് 10നേക്കാളും താഴെയുള്ള എന്ന് പറയുന്ന പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻ എടുക്കാം. റിലേഷൻ എഴുതാം. R is equal to set of all. ഇവിടെ ആരൊക്കെ x ഉം x ക്യൂബും. x ന്റെ വാല്യൂ 2, 2ന്റെ ക്യൂബ്, 3 കൊടുക്കുമ്പോൾ 3ന്റെ ക്യൂബ്, 5 കൊടുക്കുമ്പോൾ 5ന്റെ ക്യൂബ്. ഈ രൂപയുടെ സൈഡിലോട്ട് മനസ്സിലാക്കാൻ വേണ്ടി x ന് ഞാൻ ആദ്യം 2 കൊടുക്കുന്നു.
എക്സിന് 2 കൊടുക്കുമ്പോൾ അടുത്ത വൈക്ക് പോലെ എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് എത്രയും നോക്കാം, 2ന്റെ ക്യൂബ് എല്ലാവർക്കും അറിയാലോ 8. ഓക്കെ, 2ന്റെ ക്യൂബ് ആണ് മനസ്സിലാവുന്നത് എങ്ങനെ എഴുതുക, 2ന്റെ ക്യൂബ് എത്ര 8 ആണ്. ഓക്കെ, 2 × 2 × 2. ഓക്കെ, അടുത്ത എക്സിന് കൊടുക്കാനുള്ളത് 3 ആണ്. എക്സിന്റെ 3 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് ക്യൂബ്, ആരുടെ ക്യൂബ്, 3ന്റെ ക്യൂബ് എല്ലാവർക്കും അറിയാം, 3ന്റെ ക്യൂബ് 27 ആണ്. 3 × 3 × 3. ഓക്കെ, കാൽക്കുലേറ്ററിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് 3യുടെ ക്യൂബ് ഒക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത എക്സിന് കൊടുക്കാനുള്ള അടുത്ത വാല്യൂ 5 ആണ്. വൈക്ക് വരും എക്സ് ക്യൂബ് ആണ്, എല്ലാം എക്സ് ക്യൂബ് ആണ്. അങ്ങനെയാണ് എങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറയുന്ന 5ന്റെ ക്യൂബ് എത്രയാണ്, 125. ലാസ്റ്റ് എക്സിന് കൊടുക്കാനുള്ള വാല്യൂ 7 ആണ്. 7 എന്ന് പറയുമ്പോൾ എക്സിന്റെ ക്യൂബ് 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്ര, 343 ആണ്. ഓക്കെ, 7 × 7 × 7. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ആ ഓർഡർ പേരായിട്ട് റിലേഷനിലോട്ട് എഴുതിയാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടിയാണ് റൈറ്റ്സിലോട്ട് എഴുതിയത്. അല്ലാത്തവർക്ക് ഇവിടുന്ന് തന്നെ ആൻസർ ഉണ്ട്. നോക്കിയതാ, ഇവിടുന്ന് ആൻസർ എഴുതി നോക്കും. ഒറ്റ എഴുതിയ ആദ്യം 2 എഴുതി, 2ന്റെ ക്യൂബ് എത്ര, 8. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. 2 8 ഇതാണ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു മാർക്കിന് ചോദിക്കാൻ അടുത്ത 3 എഴുതി, 3യുടെ ക്യൂബ് എത്രയാണ്, 27. ആദ്യം 3 എഴുതി, 3യുടെ ക്യൂബ് 27 ഇതാണ് 3 ഉം 27. അടുത്തത് 5 ആണ്. 5ന്റെ ക്യൂബ് 5 ആദ്യം എഴുതി, 5ന്റെ ക്യൂബ് 125 ഇതാണ് 5 ഉം 125. ലാസ്റ്റ് 7 ആണ്. 7 ഉം 7ന്റെ ക്യൂബ് എത്ര, 7 ഉം 343 ദാ എഴുതി, 7 ഉം 343. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ എല്ലാവരും പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക. അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു കൺഫ്യൂഷനും വരുന്നില്ല. ഡയറക്റ്റ് റിലേഷൻ പറയുന്നുണ്ട്. എക്സിന്റെ വാല്യൂ പ്രൈം നമ്പർ 10നെക്കാളും കുറവുള്ള പ്രൈം നമ്പർ ആണ്. 2 3 5 7 ആണ്. എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ, y എന്ന് പറയുന്നത് ഇവിടെ x ക്യൂബിന് ഈക്വൽ ആണ്. ഓരോ വൈയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 കൊടുക്കുമ്പോൾ 8, 3 കൊടുക്കുമ്പോൾ 27, 5 കൊടുക്കുമ്പോൾ 125, 7 കൊടുക്കുമ്പോൾ 343. അതെടുത്ത് ഇവിടെ ഓർഡറുടെ പേരായിട്ട് എഴുതുമ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ റിലേഷൻ വെച്ചിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. Consider A is equal to set 1 2 3 5. A എന്ന സെറ്റിൽ 1 2 3 5 എന്ന 4 എലമെന്റ് ഉണ്ട്. B എന്ന സെറ്റിൽ 4 6 9 എന്ന് പറഞ്ഞ 3 എലമെന്റ് ഉണ്ട്. Define a relation from A to B. A എന്ന സെറ്റിൽ നിന്നും B എന്ന സെറ്റിലോട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യും. ആ റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? R is equal to ordered pair x, y such that x minus y is a odd. അതായത് ഈ ഓർഡർഡ് പേരിൽ കിടക്കുന്ന x ഉം y ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഓഡ് നമ്പർ ആണോന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓഡ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് x ഉം y ഉം തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് ആയിരിക്കണം. ഓഡ് നമ്പേഴ്സ്, ഓഡ് എന്ന് പറയാൻ 1 3 5 7 അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം. x എവിടുത്തെ എലമെന്റ് ആയിരിക്കണം, a എന്ന എലമെന്റ് ആയിരിക്കണം. y എവിടുത്തെ എലമെന്റ് ആയിരിക്കണം, b എന്ന എലമെന്റ് ആയിരിക്കണം. ആ റിലേഷൻ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ റേഞ്ച് എഴുതുക റിലേഷൻ. ഓക്കെ, ആദ്യം നമുക്ക് ആ സെറ്റുകൾ നമുക്ക് എടുത്തെഴുതാം. a എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, a എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഈ 4 എലമെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് b എന്ന് പറയുന്ന സെറ്റിനകത്ത് 4 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, 4 ഉം 6 ഉം 9 ഉം ആണ് ഉള്ളത്. ഇനി എവിടുന്ന റിലേഷൻ പോകുന്നത് അറിയാലോ, a യിൽ നിന്നും b യിലോട്ടാണ് റിലേഷൻ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. റിലേഷൻ a യിൽ നിന്നും b എന്ന സെറ്റിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷൻ പറയുന്ന കണ്ടീഷൻ നമുക്ക് എഴുതാം. റിലേഷൻ അവർ പറയുന്ന കണ്ടീഷൻ, ആ റിലേഷന്റെ സെറ്റ് ബിൽഡർ മുന്നേ എഴുതുവാണ്. x, y ഓർഡർഡ് പെയർ x, y such that x minus y എന്താണ്, x minus y is odd. x minus y ഒരു ഓഡ് നമ്പർ ആണ്. അതിൽ x എവിടുത്തെ എലമെന്റ് ആണ്, x a യിലെ എലമെന്റ് ആണ്. y എവിടുത്തെ എലമെന്റ് ആണ്, y b എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. ഓർഡർഡ് പെയർ x, y such that x minus y ഓഡ് ആണ്. x a യിലെയും y b എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോം നമുക്ക് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് a ക്രോസ് b കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് ഓഡ് നമ്പർ വരെ നോക്കാം. നമുക്കിവിടെ നോക്കാം 1 ഉം 4. ഓക്കെ, a ക്രോസ് b ഓർഡർഡ് പെയർ അപ്പോൾ a യിൽ നിന്ന് b ലോട്ടാണ്. ഒരു ആദ്യത്തെ ഓർഡർഡ് പെയർ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ഥലം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയാണ്. 1 ഉം 4 ഒരു ഓർഡർഡ് പെയർ ആണ്. 1 ഉം 4. ഓക്കെ, 1 ഉം 4. ഈ 1 ഉം 4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3. 1 ഉം 4 തമ്മിലുള്ള ഡിഫറൻസ്, അത് x ഉം y ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ അതൊരു ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ അത് നമുക്ക് എഴുതാം. എത്രയാണ്, 1 ഉം 4. ഒരെണ്ണം കിട്ടി, ഒരു ഓർഡർ പേര് കിട്ടി. അടുത്ത 1 ഉം 6 ഉം നമുക്ക് നോക്കാം. 1 ഉം 6 അടുത്ത 1 ഉം 6 ഉം 1 കൊണ്ടുള്ള ആയിട്ട് 4, 1 ഉം 4 തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ അത് എഴുതാം, കാരണം x minus y ഓഡ് ആണ്.
1 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 5 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഈ ഓർഡറുടെ പേര് എഴുതാൻ പറ്റും. അടുത്ത എലമെന്റ് 1,6. അടുത്തത് 1 ഉം 9. 1 ഉം 9 നമുക്ക് നോക്കാം. 1 ഉം 9. 1 ഉം 9 തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. 8 ഒരു ഓഡ് നമ്പർ ആണോ? x ഉം y തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് നമ്പർ ആയാലേ റിലേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇത് എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അതേപോലെ അടുത്ത നോക്കാം. 1 ഉം 4 നമുക്ക് ആദ്യം 1 ഉം 4 നോക്കി. 1 ഉം 4 തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 3 ഓഡ് നമ്പർ ആണ് എഴുതി. അടുത്ത 1 ഉം 6 ഉം നോക്കി. 1 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 5 ഒരു ഓഡ് നമ്പർ ആണ്. അതും ഞാൻ എഴുതി. 1 ഉം 9 തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. 8 ഒരു ഈവൻ നമ്പർ ആണ്. എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അടുത്ത നമുക്ക് 2 ന്റെ പേര് നമുക്ക് നോക്കാം. 2 ആദ്യം വരുന്ന 4 ആയിട്ടാണ്. 2 4. ഈ 2 4 നമ്മുടെ ഡിഫറൻസ് 2 ആണ്. 2 ഒരു ഈവൻ നമ്പർ അല്ലേ? അപ്പോൾ അത് എഴുതാൻ പറ്റത്തില്ല. അടുത്ത 2 6 ഉം 2 ഉം 6 ഉം ആയിട്ടുള്ള ഡിഫറൻസ് 4 ആണ്. 4 ഒരു ഈവൻ നമ്പർ ആണ്. അതും എഴുതാൻ പറ്റത്തില്ല. അടുത്ത 2 9. 2 9. 2 9 തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. അറിയാലോ? 7 ഒരു ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ അത് എഴുതി കൂടി. ഒരു അടുത്തൊരു പേര് 2 എത്ര 9. ഓക്കേ. അപ്പോൾ 2 കൊണ്ട് വരുന്ന എല്ലാ ആയിട്ടുണ്ട്. അതിനകത്ത് 2 ഉം 4 ഉം വരത്തില്ല. 2 ഉം 6 ഉം വരത്തില്ല. അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഒരു ഈവൻ നമ്പർ ആണ്. നമുക്ക് അവിടെ ഓഡ് നമ്പർ വേണം ആവണം. ഓക്കേ. അടുത്തത് 3 കൊണ്ട് വരുന്നത് നമുക്ക് നോക്കാം. 3 കൊണ്ട് ആദ്യം വരുന്നത് 3 ഉം 4 ഉം ആണ്. ഓഡോട് വരും. 3 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതൊരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഇത് എഴുതാം. 3 ഉം 4. ഓക്കേ. 3, 4 അത് നമുക്ക് എഴുതാം. ഓക്കേ. അടുത്തത് 3 ഉം 6 ഉം 3 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഓക്കേ. 3 ആവുമ്പോൾ അതൊരു ഓഡ് നമ്പർ ആണ്. അത് നമുക്ക് എഴുതാം. 3 ഉം 6 ഉം നമുക്ക് ഈ റിലേഷനകത്ത് എഴുതാനായിട്ട് പറ്റും. അടുത്തത് 3 കൊണ്ടുള്ള അടുത്തത് 3 ഉം 9. 3 ഉം 9 തമ്മിലുള്ള ഡിഫറൻസ് 9 3 കുറച്ചാൽ 6 ആണ്. അപ്പോൾ അത് പറ്റത്തില്ല. 6 ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കേ. അപ്പോൾ 3 കൊണ്ട് വരുന്നതിൽ 3 ഉം 4 ഉം 3 ഉം 6 ഉം പറ്റും. 3 ഉം 9 എന്ന് പറയുന്നത് x ഉം y തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഈവൻ നമ്പർ ആണ്. അത് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ഓക്കേ. അടുത്തത് 5 ഉം 4 ഉം. അടുത്ത ഓർഡർ പേര് 5 ഉം 4 ഉം. 5 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഓക്കേ. 1 ഒരു ഓഡ് നമ്പർ ആണ്. അത് എഴുതാൻ പറ്റും. അടുത്ത ഓർഡർ പേര് 5 ഉം 4 ഉം. ഓക്കേ. 5 ഉം 4 ഉം തമ്മിലുള്ള ഓർഡർ പേര് 1 ആണ്. അപ്പോൾ എഴുതാൻ എന്ത് ചെയ്യും? പറ്റും. ഓക്കേ. അടുത്തത് 5 ഉം 6 ഉം 5 ഉം 6 ഉം അതും എന്താണ്? 5 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതും എഴുതാൻ പറ്റും. 5 ഉം 6 ഉം. ഓക്കേ. 5 6. ഓക്കേ. അടുത്തത് 5 ഉം 9. 5 ഉം 9. 5 ഉം 9 തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 4 ഒരു ഓഡ് നമ്പർ അല്ല, ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കേ. ഇങ്ങനെ ഡിഫറൻസ് നോക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെപ്പറേറ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഓരോ പേരുകളും എ ക്രോസ് ബിയിലെ എല്ലാ പേരുകളും ഞാൻ എടുത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ഡിഫറൻസ് എന്തായിരിക്കണം എന്ന് പറഞ്ഞ ഓഡ് ആയിരിക്കണം. അല്ല എല്ലാം പറക്കി അതിനകത്തോട്ട് റിലേഷൻ ആയിട്ടല്ലേ. ഓഡ് വരുന്ന പേരുകൾ മാത്രമേ ഇതിനകത്ത് എഴുതാവൂ, റിലേഷനകത്ത് എഴുതാവൂ. ഇത്രയും പേരാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഡിഫറൻസ് എ എൻ സെറ്റിൽ നിന്നും ബി എൻ സെറ്റിൽ നിന്നും എ ക്രോസ് ബി എടുത്ത് വെച്ചിട്ട് അതിന് സബ്സെറ്റ് ആയിട്ട് റിലേഷൻ വരാം. ഇത്രയും പേരുകളാണ് എക്സിന്റെ വൈയുടെ ഡിഫറൻസ് ഓഡ് വരുന്നത്. 1 ഉം 4 ഉം ഡിഫറൻസ് 3 ഓഡ് നമ്പർ ആണ്. 1 ഉം 6 ഉം അത് 5 ഓഡ് നമ്പർ. 2 ഉം 9 ഉം 7 ഓഡ് നമ്പർ. 3 ഉം 4 ഉം ഡിഫറൻസ് 1 ഓഡ് നമ്പർ. 3 ഉം 6 ഉം ഡിഫറൻസ് 3 ഓഡ് നമ്പർ. 5 ഉം 4 ഉം ഡിഫറൻസ് 1 ഓഡ് നമ്പർ. 5 ഉം 6 ഉം ഡിഫറൻസ് 1 ഓഡ് നമ്പർ. ഇത്രയും എഴുതിയപ്പോൾ നമ്മുടെ റിലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്? റേഞ്ച് കൂടെ ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് ഓഫ് ആ റിലേഷന്റെ റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെന്റ് ആണ്. ആരെങ്കിലും 4 6 9 4 6 9. അപ്പോൾ രണ്ടാമത് കിടക്കുന്ന സെറ്റ് ഓർഡർ ബേസ് രണ്ടാമത് കിടക്കുന്ന എലമെന്റിന്റെ സെറ്റ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ആരെങ്കിലും 4 6 9 4 വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു. 6 റിപ്പീറ്റ് ചെയ്തു. 4 6. ഓക്കേ. അപ്പോൾ അതിനകത്ത് എഴുതുമ്പോൾ 4 6 9 ഈ മൂന്ന് എലമെന്റ് ആണ് അതിനകത്ത് റേഞ്ചിനകത്ത് വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചോദിക്കും. ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ വീഡിയോയിൽ എന്ത് ചെയ്ത് ഉൾപ്പെടുത്തിയത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അവസാന പ്രോബ്ലം 2.2 എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കേ. എളുപ്പമാണ്. നോക്കാം നമുക്ക്. Let A is equal to 1, 2, 3, 4, 6. 1 2 3 4 6 അഞ്ച് എലമെന്റ് ഉണ്ട്. The relation ഡിഫൈൻ ചെയ്തിരിക്കുന്ന A എന്ന സെറ്റിലാണ്. റിലേഷൻ പറയുന്നത് set of all ordered pair A, B such that A യും B എവിടുത്തെ എലമെന്റ് ആണ്? A എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. B exactly divisible by A. B എന്ന് പറയുന്നത് A കൊണ്ട് exactly divisible ചെയ്യാൻ പറ്റണം. ഓക്കേ. ആ റിലേഷൻ എഴുതുക, അതിന്റെ ഡൊമെയ്ൻ എഴുതുക, അതിന്റെ റേഞ്ച് എഴുതുക. ഓക്കേ. നമുക്ക് ആദ്യം ആ റിലേഷൻ ഇവിടെ എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിലേഷൻ ഡിഫൈൻ ഓൺ സെറ്റ് A. അതായത് A യിൽ നിന്ന് A ലോട്ട് തന്നെയാണ് റിലേഷൻ പോകുന്നത്.
ആ എ എന്ന് പറയുന്ന സെറ്റ് നമുക്കറിയാം അവിടെ കിടപ്പുണ്ട് എത്ര 1 2 3 4 6 ഓക്കെ 5 എലമെന്റ്സ് ഉണ്ട്. നമുക്ക് ആ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം കൂടെ എഴുതാം. ആ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ആദ്യം ഇത്രയും കാര്യം എഴുതിയതിനു ശേഷം മാത്രം ക്ലോസർ ഫോമിലോട്ട് നമ്മൾ പോകും. അപ്പോൾ കൺഫ്യൂഷൻ തീരും. ഓക്കെ a b such that a b element of a b എന്ന് പറയുന്നത് exactly divisible by a divisible by a ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്തെഴുതിയിരിക്കുന്നത്. ഓക്കെ ഏതൊക്കെ പേര് വരെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിനകത്ത് എയും ബിയും ഓർഡർ ബേസ് ഉണ്ട്. അതിൽ ബി എന്ന് പറയുന്ന ഇത് നമ്പർ അത് എലമെന്റ് എ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റണം. ഓക്കെ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എത്ര എ എന്ന് പറയുന്നത് കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ നോക്കാനുള്ള ഒന്ന് കൊണ്ട് 1 2 3 4 6 5 എലമെന്റ് ആണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനകത്ത് ആരൊക്കെയുണ്ട്? ഇതിനകത്തുള്ള എല്ലാ നമ്പറിനെയും 1 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. ഒന്നിനെ 1 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും, 2നെ പറ്റും, 3നെ 4നെ 6നെ. ഓക്കെ അപ്പൊ നമ്മൾ സൈഡിലോട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 1 2 3 4 6 exactly divisible by 1. അതായത് ഈ ഇത്രയും നമ്പറിനെ 1 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് അതന്നെ എഴുതാം. ഓക്കെ ആ റിലേഷനിൽ ആരൊക്കെ വരും? അപ്പൊ 1 1 എഴുതാം, അടുത്തത് 1 2 എഴുതാം, അടുത്തത് 1 3 എഴുതാം, അടുത്ത 1 ഉം 4 ഉം, അടുത്ത 1 ഉം 6 ഉം. ഇത്രയും കാര്യം നമുക്ക് എഴുതാം. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെയും 1 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ അതായത് ബി എ കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആണ്. 1ന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 2ന്റെ കാര്യം നോക്കാം. ഓക്കെ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആരൊക്കെ എന്ന് നോക്കി. 2 കൊണ്ട് ഡിവിസിബിൾ പറ്റും, 2 പറ്റും, 4 പറ്റും, 6 വരും. ഓക്കെ ആരൊക്കെ വരും? 2 4 6 എക്സാക്ട്ലി divisible by ആര്? 2. ഓക്കെ ഓരോ നമ്പർ എടുക്കുക. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് വേണം ചെയ്യാൻ. 2നെയും 4നെയും 6നെയും 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോടെ പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 2 എഴുതാം, 2 കൊണ്ട് 2നെ പറ്റും. അടുത്തത് 2 4 കൊണ്ട് 2നെ പറ്റും. അടുത്തത് 2 6 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത്രയും എലമെന്റ് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടി. 2നെ 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 4നെ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും, 6നെ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ അടുത്ത 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആരൊക്കെ നോക്കുക? 3 ഉണ്ട്, 6 ഉണ്ട്. വേറെ ഏത് നമ്പർ ഉണ്ട്? 3 6 എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നോക്കിയാൽ മതി. 3 ഉം 6 ഉം അല്ലാതെ വേറെ ഒരു നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര? 3 3 അടുത്തത് 3 6. ഓക്കെ 3നെ 3 കൊണ്ടും 6നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നോക്കി. 4ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 4 മാത്രമല്ലേ ഉള്ളൂ, വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ എത്ര? 4 4 4നെ 4 കൊണ്ട് മാത്രമേ ഡിവിസിബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് 6നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതുണ്ട്? 6നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ 6 അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത് 6 6. ഓക്കെ ഇത്രയും കാര്യമാണ് അതിനകത്ത് വരുന്നത്. വളരെ എളുപ്പമാണെങ്കിൽ പോലും ആവറേജ് സ്റ്റുഡൻസിന് പെട്ടെന്ന് ഈ റിലേഷൻ നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്നില്ല. ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ഇത് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കുക. ഓർഡർഡ് ബൈ a, b such that a യും b യും a എന്ന് പറയുന്ന സെറ്റിൽ a നിന്ന് a ലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. a എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് ആണ്. a ക്കകത്ത് 1 2 3 4 6 ഉണ്ട്. ഒറ്റ കണ്ടീഷനാണ് പറയുന്നത്. b എന്ന് പറയുന്നത് അതായത് രണ്ടാമത് എഴുതിയിരിക്കുന്ന b എന്ന് പറയുന്ന ഓർഡർ ബേസിലെ എലമെന്റിനെ a കൊണ്ട് ഡിവൈഡ് b is exactly divisible by a. അപ്പോൾ ഓരോ എലമെന്റ് നോക്കുക. 1 കൊണ്ട് ഡിവിസിബിൾ വരുന്നത് നോക്കുക. 1 കൊണ്ട് 1നെ പറ്റും, 2നെ പറ്റും, 3നെ പറ്റും, 4നെ പറ്റും, 5നെ പറ്റും. 1 കൊണ്ട് ഏത് നമ്പറിനെ ഡിവിസിബിൾ ചെയ്യാം? 1 1 1 2 1 3 1 4 1 6. ഈ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാവുന്ന നമ്പർ പെട്ടെന്ന് പറയുന്നതാണ്. 2 കൊണ്ട് 1നെ പറ്റില്ല, 2 കൊണ്ട് 2നെ പറ്റും 2 2, 2 കൊണ്ട് 3നെ പറ്റില്ല, 2 കൊണ്ട് 4നെ പറ്റും 2 4, 2 കൊണ്ട് 6നെ പറ്റും 2 6. ഓക്കെ ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ 1നെ 2നെ 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല, 3നെ പറ്റും 3 3, 4നെ പറ്റില്ല 6നെ പറ്റും 3 6, 4 കൊണ്ട് 4നെ മാത്രമേ പറ്റത്തുള്ളൂ 4 4, 6 കൊണ്ട് 6നെ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ അതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം. അവർ തന്നിരിക്കുന്ന റിലേഷന്റെ റോസ്റ്റർ ഫോം അതാണ്. ഇനി നമുക്ക് അവർ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൊമൈൻ എഴുതാൻ. ഡൊമൈൻ ഓക്കെ അതിന്റെ ഡൊമൈൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡൊമൈൻ നമുക്ക് എഴുതാൻ പറ്റും. ഡൊമൈൻ വരുമ്പോൾ 1 ഉണ്ട്, പിന്നെ അതിനകത്ത് 2, പിന്നെ അതിനകത്ത് 3 4 6. അതായത് a എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ഡൊമൈനിൽ വരും. 1 2 3 4 6. ഇനി
ലാസ്റ്റ് ചോദ്യം റേഞ്ച്. ഓക്കെ, റേഞ്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് എഴുതുവാണ്. റേഞ്ച്. ഓക്കെ, റേഞ്ച് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അതായത് 1 വരും, 2 3 4 6. അതിനകത്ത് ഈ പറയുന്ന എല്ലാ എലമെന്റും റേഞ്ചിനകത്ത് വരും. 1 2 4 3 ഉണ്ട്. 1 2 3 4 6. ഓക്കെ, ഇത്ര എലമെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ ഡിവിസിബിൾ ബൈയുടെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. ഇതാണ് എക്സസൈസ് 2.2 പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ അതേ കണക്ക് തന്നെ എക്സാമിന് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ റിലേഷൻസിന്റെ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. റിലേഷൻ എന്ന് പറയുന്ന പാഠഭാഗം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ എന്താണ് റിലേഷൻ, ഡൊമൈൻ, റേഞ്ച് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കുറച്ച് കണക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഫങ്ഷൻസുമായി എന്ത് ചെയ്യാം കാണാം. ഓക്കെ.